ഈ കാണുന്ന കോവയ്ക്ക ഫുള്ള് ഞങ്ങളെ വീട്ടിലുണ്ടായ കോവയ്ക്കയാണ്. ഇത് കണ്ടപ്പോഴാണ് കുറച്ച് ദിവസം മുന്നേ ഒരു റീൽ ഞാൻ കണ്ടിരുന്നു കോവയ്ക്ക കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കണേ. അപ്പോൾ അത് കണ്ട് ആഗ്രഹം തോന്നി ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അതിലേക്ക് ആദ്യം കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മല്ലിപ്പൊടിയും പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് നല്ല മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം ഒഴിച്ചിരുന്നു. പുളിവെള്ളം ഓപ്ഷണലാണ്. ഞാൻ ഒഴിച്ച സമയത്ത് കോവയ്ക്കേൻ്റെ പുളിയും ഇതിൻ്റെ പുളിയും കൂടി കുറച്ചധികം പുളി തോന്നിയിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കോവയ്ക്കയിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചായിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ അത് ഫുള്ള് ഞങ്ങൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും പൊരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ടൈം ആയതിനാൽ ഞങ്ങൾ റോസ്റ്റ് ആക്കാൻ നിന്നില്ല, ഇവിടെ വെച്ചിട്ട് തന്നെ നിർത്തി. പിന്നെ ഞങ്ങൾ ചോറിൻ്റെ കൂടെ കഴിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറച്ച് പുളീൻ്റെ പ്രശ്നമല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ മുരിങ്ങാക്കോലിൻ്റെ കറിയും നാരങ്ങേൻ്റെ ഉപ്പേരിയും പിന്നെ ഒരു മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ പച്ചക്കായേൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു.